الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم وإياي أولا بنفسي بتقوى الله كما قال الله تعالى في القرآن العزيز: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم: ولا تهنوا في ابتغاء القوم إن تكونوا تعلمون فإنهم يعلمون كما تعلمون وترجون من الله ما لا ترجون وكان الله عليما حكيما. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ പ്രകാരം അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുകയും ജീവിതയാത്രയിൽ എപ്പോഴാണെന്നറിയാത്ത മരണം നമ്മളോടൊപ്പം ഉണ്ട് എന്നതായിരിക്കണം ഏറ്റവും വലിയ ഓർമ്മ. ആ ഓർമ്മയോടുകൂടി ഏതൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആ യാഥാർത്ഥ്യത്തിന് കീഴൊതുങ്ങുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമമായിരിക്കണം ജീവിതത്തിൽ എപ്പോഴും നാം കൈക്കൊള്ളേണ്ടത് എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ശക്തിയായ ഭാഷയിൽ ഉപദേശിക്കുകയാണ്. ഏതേത് ജീവിത സാഹചര്യത്തിലായിരുന്നാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സമൂഹത്തിൽ സവിശേഷതയോടുകൂടി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസം വളരെ ഔന്നത്യത്തോടു കൂടിയും പ്രതാപത്തോടു കൂടിയും ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കേണ്ടതുണ്ട് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഏവർക്കും സുപരിചിതമാണ് സൂറ ആലി ഇംറാനിലെ വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ എന്ന അല്ലാഹുവിന്റെ പ്രഖ്യാപനം. അത് 139-ാമത്തെ ആയത്താണ് സൂറ ആലി ഇംറാനിൽ. നിങ്ങൾ ദുർബലരാകരുത്, ബലഹീനരാകരുത്. വലാ തഹ്സനു, നിങ്ങളുടെ ദുഃഖം പിടികൂടപ്പെടുകയും ചെയ്യരുത്. ദുഃഖിതരായി നിങ്ങൾ
കഴിച്ചുകൂട്ടേണ്ടവരുമല്ല. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് സർവോന്നതരായിട്ടുള്ളവർ, എല്ലാറ്റിനേക്കാളും എല്ലാവരേക്കാളും ഉന്നതന്മാരായിട്ടുള്ളവർ നിങ്ങളാണ്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഏതൊരു പദവിയിലേക്ക്, ഏതൊരു പൊസിഷൻ നമ്മൾ ആർജിച്ചാൽ ഖുർആൻ അത് അടിവരയിട്ട് പറയുകയാണ്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അപ്പോൾ വിശ്വാസികളായിട്ടുള്ളവർ അവർ ഒരിക്കലും ബലഹീനരാകേണ്ടവരോ ദുർബലപ്പെടേണ്ടവരോ തളർന്നു പോകേണ്ടവരോ അല്ല. അവരെ ബാധിക്കുന്ന പരീക്ഷണങ്ങൾ, അവരെ പിടികൂടുന്ന പ്രയാസങ്ങൾ, അവർക്ക് വന്നു ഭവിക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ ഖിന്നത പൂണ്ട്, ദുഃഖം പൂണ്ട് അങ്ങനെ തളർന്നിരിക്കേണ്ടവരുമല്ല. മറിച്ച് എല്ലാവരേക്കാളും മുമ്പിലേക്കും മുകളിലേക്കും ഉന്നതന്മാരായിട്ട് നടന്നു കയറേണ്ടവർ, ആ പദവി ആർജിക്കേണ്ടവർ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് എന്നാണ് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംഗതി. ഞാനിത് പറഞ്ഞത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുന്നവരായിരിക്കണം. അവർ ആർജവത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടവരായിരിക്കണം. അവർ പ്രതാപത്തോടുകൂടി എന്തിനേയും നേരിടേണ്ടവരായിരിക്കണം എന്നത് അങ്ങനെ നേരിട്ട ചരിത്രമാണ് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിന്റെ മാതൃക പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ അനുയായികളായി വരുന്ന ഖുലഫാഉർ റാഷിദുകളുടെയും അതുപോലെ തന്നെ സ്വഹാബ എന്ന് നമ്മൾ പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളുടെയും ഒക്കെ കാലഘട്ടത്തിന്റെ ചരിത്രം അതാണ് എന്ന് നമ്മൾ വായിക്കണം. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ബനൂ മുസ്തലഖ് യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ടു. അതിനൽപ്പം പ്രയാസമുണ്ടാക്കിയ സന്ദർഭമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ വഴിയിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ മാല അന്വേഷിച്ച് അങ്ങനെ കൂട്ടം തെറ്റിപ്പോവുകയും യാത്രാസംഘം അവർ ഒട്ടകക്കട്ടിലിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് യാത്ര തുടരുകയും ഒക്കെ ചെയ്ത ഒരല്പം പരീക്ഷണകരമായ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം നടത്തി തിരിച്ചു വന്ന ഒരു യുദ്ധമാണ് ബനൂ മുസ്തലഖ് യുദ്ധം. സ്വാഭാവികമായും മദീനത്തെത്തിയപ്പോഴാണ് ഒട്ടകക്കട്ടിലിനുള്ളിൽ പ്രവാചകന്റെ പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇല്ല എന്ന വിവരം അറിയുന്നത്. പക്ഷേ എല്ലാറ്റിനും വളരെ കൃത്യമായ പ്ലാൻ ചെയ്തു പോകുന്ന പ്രവാചക തിരുമേനി വഴിയിൽ വീണുപോയതോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയവരോ ഒക്കെ ആയിട്ടുള്ള ആരെങ്കിലും ഒരു യാത്രയാണല്ലോ. അതിനുവേണ്ടി നിയമിക്കപ്പെട്ട സഫ്വാൻ റളിയല്ലാഹു അൻഹു പിന്നാലെ അദ്ദേഹം ഇങ്ങനെ തന്റെ ഒട്ടകത്തെയും തെളിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴാണ് മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കാണുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന തർജീഹിന്റെ വാക്ക് ചൊല്ലിയിട്ട് ഒട്ടകത്തെ മുട്ടുകുത്തി അതിന്റെ മുകളിലേക്ക് ഒരക്ഷരം ഉരിയാടാതെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ആ ഒട്ടകത്തിന്റെ മുകളിലേക്ക് കയറ്റി അവിടെ നിന്ന് മദീനത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഹദീസുൽ ഇഫ്ക് എന്ന പേരിൽ വിശുദ്ധ ഖുർആൻ 10ഓളം ആയത്തുകൾ സൂറത്തുൻ നൂറിൽ അവതരിപ്പിക്കപ്പെടാൻ മാത്രം വിവാദമായ വിഷയമായ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വിശ്വാസികളാകുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ ഹഠാതാകർഷിച്ച, എന്നാൽ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾക്ക് അങ്ങേയറ്റം കയ്പ്, അതാണ് ഒരു പ്രത്യേകത. അത് വിശ്വാസികളും അവിശ്വാസികളും അല്ലെങ്കിൽ വിശ്വാസികളും നിഫാഖുള്ളവരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ കൈപ്പേറിയതായിട്ട് ആ ആയത്തുകൾ അവർക്ക് അനുഭവപ്പെടുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ വാനലോകത്ത് നിന്ന് വഹി അവതരിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ്.
ഞാൻ അവിടേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ആ സന്ദർഭത്തിൽ നിഫാഖിന്റെ നേതാക്കന്മാർ, മുനാഫിക്കുകളുടെ നേതാക്കന്മാരായിരുന്ന ഇബ്നു ഉബയ്യിനെ പോലെയുള്ള ആളുകൾ ആ യുദ്ധത്തിനോടനുബന്ധമായിട്ട് പറഞ്ഞു, അൻസ്വാറുകളും മുഹാജിറുകളും തമ്മിൽ അല്പം സംസാരമുണ്ടായി, അല്പം തർക്കങ്ങളുണ്ടായി, സ്വരച്ചേർച്ചകളുടെ വർത്തമാനങ്ങളുണ്ടായി. മനുഷ്യരാണല്ലോ, മനുഷ്യ സഹജമായിട്ട് അവർ തമ്മിലുണ്ടായിരുന്ന ആ വർത്തമാനങ്ങളെ അവിടെ വിള്ളലുണ്ടാക്കി, അവിടെ ഒന്ന് മാന്തി നോക്കി, അവിടെ പിന്നീട് അതൊന്ന് വ്രണമാക്കി നോക്കാൻ പറ്റുമോ എന്ന് അവസരം പാത്തു നടന്നിരുന്ന മുനാഫിക്കുകളായിട്ടുള്ള ആളുകളുടെ നേതാവ് ഇബ്നു ഉബയ്യിനെ പോലെയുള്ള, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ തന്നെ വളർത്തിയ നായ നിങ്ങളെ തന്നെ കടിച്ചിരിക്കുന്നു എന്ന് മുഹാജിറുകളായിട്ടുള്ള ആളുകളെ നോക്കിയിട്ട് അൻസ്വാറുകളോട് പറഞ്ഞു. അല്ലെ, നിങ്ങളാണ് അഭയം കൊടുത്തത്, മക്കയിൽ നിന്ന് വന്ന അവർക്ക് നിങ്ങളാണ് അഭയം കൊടുത്തത്, നിങ്ങളാണ് എല്ലാം പകുത്തു കൊടുത്തത്. അങ്ങനെ നിങ്ങൾ വളർത്തിയ നായ നിങ്ങളെ തന്നെ കടിച്ചിരിക്കുന്നു. തീർച്ചയായും മദീനത്തേക്ക് എത്തിയാൽ ഈ നായ്ക്കളെ പുറത്താക്കണം, ഇവരെ പുറത്താക്കണം. അതിന്റെ ഇടയിൽ അങ്ങനെ വിള്ളലുണ്ടാക്കരുത്. വിശുദ്ധ ഖുർആൻ ആയത്തിറക്കി. എന്താണ് ആയത്ത്? യഖൂലൂന ലഇർറജഅനാ ഇലൽ മദീനത്തി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദല്ല്. സൂറത്തുൽ മുനാഫിഖൂനിൽ മുനാഫിക്കുകളായിട്ടുള്ള ആളുകളെ മാത്രം പ്രതിപാദിക്കുന്ന രൂപത്തിൽ അല്ലാഹു തആല ഒരു അധ്യായം ഇറക്കി. ആ അധ്യായത്തിൽ അല്ലാഹു തആല ഇബ്നു ഉബയ്യിനെ സൂചിപ്പിച്ചിട്ട് പറഞ്ഞു, അവരിൽ ചില ആളുകൾ പറയുന്നു, വിശ്വാസികളുടെ ഇടയിൽ മനുഷ്യ സഹജമായിട്ടുള്ള പരസ്പരം ഒരല്പ സംസാരത്തിലേക്ക് കടന്നപ്പോഴേക്കും അവരിൽപ്പെട്ട ചില ആളുകള് അവര് പറയുന്നു, മദീനത്തേക്ക് എത്തിയാൽ ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദല്ല്. ഈ നിന്ദ്യന്മാരായിട്ടുള്ള, ഈ ഹീനന്മാരായിട്ടുള്ള ആളുകളെ ഞങ്ങൾ പ്രതാപവാന്മാരായ ആളുകളെ പുറത്താക്കുക തന്നെ ചെയ്യും. മദീനത്തിൽ നിന്ന് മുഹാജിറുകളെ ഞങ്ങൾ പുറത്താക്കും എന്ന് ചില ആളുകൾ പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സ വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. പക്ഷേ എക്കാലവും ഇസ്സത്ത് അത് അല്ലാഹുവിന്റെ പക്കലാണ്. ഖുർആൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിറിലെ നമുക്ക് കാണാം, വലില്ലാഹിൽ ഇസ്സത്തു ജമീഅ. പ്രതാപം അല്ലാഹുവിൻ്റെതാണ്, പ്രതാപവാൻ അല്ലാഹുവാണ്, അസീസ് അല്ലാഹുവാണ്. ആ ഇസ്സത്ത് അല്ലാഹുവിൻ്റെതാണ്. വലിറസൂലിഹി, അവന്റെ ദൂതൻ അവകാശപ്പെട്ടതാണ്. വലിൽ മുഅ്മിനീൻ, ലോകാവസാനം വരെ വരുന്ന വിശ്വാസികൾക്കുള്ളതാണ്. ആ വിശ്വാസികൾക്ക് മാത്രമല്ല, ഞാനും നിങ്ങളുമാകുന്ന ലോകാവസാനം വരെ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കുന്ന വിശ്വാസികൾക്കുള്ളതാണ് ആ ഇസ്സത്ത്, ആ പ്രതാപം. അത് വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകില്ല. അങ്ങനെയാണ് ആയത്ത് അവസാനിപ്പിച്ചത് അല്ലെ? 8ാമത്തെ ആയത്താണ്. കപടവിശ്വാസികൾക്ക് മനസ്സിലാകാത്ത, എന്നാൽ വിശ്വാസികൾക്ക് മനസ്സിലാകുന്ന ഒരു ഇസ്സത്ത് ഉണ്ട്. ആ ഇസ്സത്ത് ആർക്കുള്ളതാ? ആ ഇസ്സത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ദുർബലരായി പോകുന്ന പ്രശ്നമില്ല, അവർ ബലഹീനരായി പോകുന്ന പ്രശ്നമില്ല. അവരെ ആർക്കെങ്കിലും പരാജയപ്പെടുത്തി കളയാം എന്ന് വിചാരിക്കേണ്ടതില്ല, കഴിയില്ല. അവർ വിശ്വാസികളായത് കൊണ്ട് തന്നെ അവരായിരിക്കും ഈ ഭൂമിയുടെ മുകളിൽ ഏറ്റവും ഉന്നതന്മാരായിരിക്കുക, അവരായിരിക്കും ഏറ്റവും ജേതാക്കളായിരിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ ഇസ്സത്തിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലോകം പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുക, പല വിധത്തിലുള്ള പ്രയാസങ്ങൾ കടന്നു വരികയാണ്. ഇസ്ലാമിന്റെ ആജീവാനന്ദ ശത്രുക്കളാകുന്ന മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ ഉള്ളിൽ നിന്ന് പണിയെടുക്കുകയും പുറമെ നിൽക്കുന്ന അക്കാലഘട്ടം മുതൽ യഹൂദന്മാരെന്ന് പറയുന്ന സയനിസ്റ്റുകളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ജൂതന്മാരായിട്ടുള്ള ആളുകൾ എന്നും ഈ ദീനിന്റെ ശത്രുക്കളായിക്കൊണ്ട് അവരവരുടേതായ റോളുകൾ എന്നും നിർവഹിക്കുകയും അതുപോലെയുള്ള പണികൾ എടുക്കുകയും ചെയ്യുന്ന പ്രയാസങ്ങൾ മുസ്ലിം ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദുർബലരാകുന്ന പ്രശ്നമില്ല. അവർ എന്നും അവരുടെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കാൻ, അള്ളാഹുവിന്റെ ഇസ്സത്ത് തങ്ങൾക്കാണ് എന്ന തിരിച്ചറിവോടുകൂടി നിഫാഖിന്റെ ലവലേശം ആ ഈമാനിലേക്ക് കടന്നു വരാതെ ആ ഈമാനിനെ കറകളഞ്ഞ ഈമാനോടുകൂടി അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിച്ച്
വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആദർശമനുസരിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളെ അനുധാവനം ചെയ്ത് ആ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ ഇസ്സത്ത് പ്രതാപം നിലനിർത്തുക തന്നെ ചെയ്യും. പക്ഷെ നമുക്ക് ഒരു ഉറപ്പില്ല, നമുക്ക് അങ്ങനെ ഒരു യഖീൻ വരുന്നില്ല. എന്താ കാരണം? നമ്മുടെ ഈമാനിൽ പ്രിയപ്പെട്ടവർ, നമ്മളൊന്ന് ആലോചിക്കണം, ഈ നിഫാഖ് നമുക്കും കടന്നു വരുന്നുണ്ടോ? നമ്മളും പലപ്പോഴും അങ്ങനെ തളർന്നിരുന്ന് പോകുന്നുണ്ടോ? നമ്മൾ പരസ്പരം തളർത്തി ഇരുത്താൻ പറ്റുന്ന വിധത്തിലുള്ള വാക്കുകളും വർത്തമാനങ്ങളും പറയുന്നുണ്ടോ? സ്വയം തളർന്നിരിക്കരുത് എന്ന് മാത്രമല്ല, ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൻ നിസായിലെയാണ്, 4-ാമത്തെ അധ്യായമായ സൂറത്തുൻ നിസായിലെ 104-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അവിടെ അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ തഹിനൂ ഫീ ഇബ്തിആഇൽ ഖൗമി, ശത്രുവായ ഒരു ജനതയെ നിങ്ങൾ തേടിപ്പിടിക്കുന്നതിൽ പോലും നിങ്ങൾ ദുർബലത കാണിക്കരുത്. ഒരു യുദ്ധസമയത്ത് ശത്രുക്കളെ നിങ്ങൾ ശത്രുവായി കാണുകയും ആ ശത്രുക്കളെ തേടിപ്പോകേണ്ടി വന്നാൽ, അവരുടെ നമ്മൾ പറയില്ല, അവരുടെ മടയിലേക്ക് ചെല്ലേണ്ടി വന്നാൽ, അവരുടെ മാളത്തിലേക്ക് ചെല്ലേണ്ടി വന്നാൽ, അവരുടെ കോട്ടകളിലേക്ക് ചെല്ലേണ്ടി വന്നാൽ നിങ്ങൾ പോകണം. അവരെ തേടിപ്പിടിക്കുന്നതിൽ പോലും നിങ്ങൾ ദുർബലരായി പോകരുത്. അത്ര ആത്മവീര്യമാണ് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതൊരു വംശീയതയുടെ ഭാഗമല്ല, അതൊരു വർഗീയതയുടെ ഭാഗമല്ല, അതൊരു അസഭ്യത്തിന്റെ ഭാഗമല്ല. അത് ഇസ്ലാം എന്ന് പറയുന്ന ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണത്. എല്ലാ പ്രത്യയശാസ്ത്രത്തിന്റെയും എല്ലാ മതങ്ങളുടെയും മുകളിൽ അല്ലാഹു തആല വിജയം വരിക്കാൻ വേണ്ടി ഇറക്കിയതും നിലനിർത്തിയതും അവൻ അവസാനമായി അവതരിപ്പിച്ച അവന്റെ വേദഗ്രന്ഥത്തിന്റെ അനുയായികളോട് അവൻ പറയുകയാണ്, നിങ്ങളാണ് വിജയിക്കേണ്ടത്, ഈ ആദർശമാണ് വിജയിക്കേണ്ടത്, ഈ ദീനാണ് എല്ലാറ്റിന്റെയും മുകളിൽ വിജയിച്ചു നിൽക്കേണ്ടത്. അതിനാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത്. അള്ളാഹുവിന്റെ റസൂലിനെ തെരഞ്ഞെടുത്തത് അതിനാണ്. ആ റസൂലിനോടൊപ്പം ഇത്തിബായിലും ആ റസൂലിനോടൊപ്പം ഈമാനിലും പങ്കുചേർന്ന വിശ്വാസി സമൂഹത്തിന്റെ എക്കാലത്തെയും ബാധ്യത ഈ ബാധ്യതയാണ് എന്ന് ഖുർആൻ നമ്മളോട് പറയാം. അപ്പൊ അതിനെന്ത് വേണം? അതിന് ശത്രുവിന്റെ മടയിലേക്ക് ചെല്ലേണ്ടി വന്നാൽ, ശത്രുവിന്റെ പാളയത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലില്ല. അവർ പ്രകോപനം ഉണ്ടാക്കിയാൽ, അവർ പ്രയാസം ഉണ്ടാക്കിയാൽ, അവർ വെല്ലുവിളിച്ചാൽ, അവർ ഈ ദീനിനെയും ഈ ദീനിന്റെ വക്താക്കളെയും തീർച്ചയായും അവർ നിസാരന്മാരായി കാണാൻ തീരുമാനിച്ചാൽ, അല്ലാഹു പറയണേ, ഒരു ജനതയെ നിങ്ങൾ തേടിപ്പിടിക്കുന്നതിൽ പോലും നിങ്ങൾക്ക് ബലഹീനത ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറഞ്ഞതാണ്, ഇൻ തകൂനു തഅലമൂൻ, ഒരു പക്ഷേ നിങ്ങൾ പറയുന്നതും നിങ്ങൾ ആലോചിക്കുന്നതും നിങ്ങൾ ചർച്ച ചെയ്യുന്നതും ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരില്ലേ എന്നാണ്. ഒരു യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരുപാട് കെടുതികൾ നമുക്കും അനുഭവിക്കേണ്ടി വരില്ലേ? അതിന്റെ ഒരുപാട് വേദനകൾ നമ്മളും നമ്മുടെ സമുദായവും അല്ലെങ്കിൽ നമ്മുടെ സമൂഹവും അനുഭവിക്കേണ്ടി വരില്ലേ? നമ്മുടെ രാജ്യക്കാരും അനുഭവിക്കേണ്ടി വരില്ലേ? അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് വേദന ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ദുർബലരാകെ, എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ബലഹീനരാകെ. എന്നിട്ട് അല്ലാഹു തആല പറയണേ, ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ, നിങ്ങൾ വേദനിക്കുന്നത് പോലെ തന്നെ അവർക്കും വേദനിക്കുമല്ലോ, അല്ലേ? നിങ്ങൾ വേദനിക്കുന്നത് പോലെ അവർക്കും വേദനിക്കും. അള്ളാഹുവിന്റെ അരികിലേക്കുള്ള ഒരു മദ്ലൂമിന്റെ പ്രാർത്ഥന അത് ഒരു തടസ്സവുമില്ലാതെ മുട്ടണ്ട്. എത്ര നാളുകളായി ഫലസ്തീനികളായിട്ടുള്ള ആളുകളും ഫലസ്തീനികൾക്ക് വേണ്ടിയുള്ള ദുആവും എവിടെയെങ്കിലും മുട്ടണമെങ്കിൽ അല്ലാഹു പറയണേ, നിങ്ങൾക്ക് വേദനിക്കുന്നത് പോലെ അവർക്കും വേദനിക്കണം. അതാണ് യുദ്ധം. അല്ലെങ്കിൽ അതാണ് തീർച്ചയായും നിങ്ങളുടെ ബലം, നിങ്ങളുടെ ഇസ്സത്ത്, നിങ്ങളുടെ പ്രതാപം നിങ്ങളത് പ്രകടിപ്പിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് വേദനിക്കുന്നത് പോലെ അവർക്കും വേദനിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത് അല്ലാഹു തആല പറഞ്ഞത്, വതർജൂന മിനല്ലാഹി മാ ലാ യർജൂന, അവർക്ക് പ്രതീക്ഷിക്കാനില്ലാത്ത ചിലതൊക്കെ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുണ്ടല്ലോ, അല്ലെ? അവർ മരണപ്പെട്ടു കഴിഞ്ഞാലും ചെന്ന് ചേരാനുള്ള കത്തിയാർന്ന നരകാഗ്നിയല്ലേ അല്ലാഹു ചോദിക്കാം. അങ്ങനെ ഒരു പ്രതീക്ഷ മരണാനന്തര ജീവിതത്തെ കുറിച്ച് അവർക്കില്ലല്ലോ. മരണാനന്തരം ഒരു ഷഹാദത്തിന്റെ ഉന്നതമായ പ്രതിഫലം അവർക്കില്ലല്ലോ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ.
നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും തീർച്ചയായും നിങ്ങൾ കാംക്ഷിക്കുന്നതും മാലായർജൂന, അവര് പ്രതീക്ഷിക്കാത്ത ചിലതാ. അവര് പ്രതീക്ഷിക്കാത്തത് നിങ്ങൾ പ്രതീക്ഷിക്കുക. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഈമാനുള്ള നിങ്ങൾ പിന്നെ എന്തിനാ ദുർബലരാകുന്നത്? നിങ്ങൾ എന്തിനാ ബലഹീനരാകുന്നത്? ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വകാനല്ലാഹു അലീമൻ ഹകീമ. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി അറിയുന്നവനും എല്ലാ കാര്യങ്ങളും വളരെ യുക്തിസഹമായി ചെയ്യുന്നവനുമാണ്. അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്താണെന്ന് നമുക്ക് തിരിയില്ല. അള്ളാഹുവിന്റെ ഹിക്മത്ത് എങ്ങനെയാണ് പോവുക നമുക്ക് തിരിയൂല പ്രിയപ്പെട്ടവരെ. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. അത് നമുക്ക് യക്കീനായ കാര്യമാണ്, ഉറപ്പായ കാര്യമാണ്. ഏതൊരു സംഗതിയുടെയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തനവും നമ്മൾക്ക് അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ അചഞ്ചലതയും അനുസരിച്ച് തീർച്ചയായും നമുക്ക് ഉന്നതമായ വിജയം കൈവരിക്കാൻ സാധിക്കുക എന്നത് നമ്മളായിരിക്കണം ഉന്നതന്മാരായിരിക്കേണ്ടത് എന്നത് ഖുർആനിന്റെ താല്പര്യമാണ്. ഞാനിത് പറയുന്നത് കേവലം എവിടെയെങ്കിലും നടക്കുന്ന ഒരു യുദ്ധത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല. ഒരു ഉമ്മത്തി എന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും ഔന്നത്യമുള്ളവരായിരിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു സൂചിപ്പിച്ചതിൽ അവസാനമാണ് ഞാൻ പറയുന്നത്. നമ്മൾ പരസ്പരം ദുർബലപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. പരസ്പരം വേദനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. നമ്മളൊരു വിശ്വാസി സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് പരസ്പരം നിലനിർത്താൻ കഴിയേണ്ട മാന്യത, നമുക്ക് പരസ്പരം നിലനിർത്താൻ കഴിയേണ്ട അന്തസ്, അത് നമുക്ക് നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഈ സ്വയം ദുർബലപ്പെടരുത്, സ്വയം നമ്മൾ ബലഹീനരാകരുത്, സ്വയം നമ്മൾ തളർന്നിരുന്നു പോകരുത് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മൾ പരസ്പരം ദുർബലപ്പെടുത്തരുത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതാണിത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളീയ സമൂഹത്തിലൊക്കെ ഈ ശീലത്തിന്റെ ഈ കക്ഷിത്വത്തിന്റെ ഭാഗമായിട്ട് ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് വാർത്താ ചാനലുകാരുടെ മുമ്പിൽ പോയിരുന്നാലും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മളോട് ഒരു ഇന്റർവ്യൂ നടത്തിയാലും ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഈ ഉമ്മത്ത് പരസ്പരം ഇങ്ങനെ ദുർബലപ്പെടുത്തുന്ന വാക്കുകളും അഭിമുഖങ്ങളും അതുപോലെയുള്ളതായിട്ടുള്ള ചർച്ചകളും അത് ഒരിക്കലും ഈ ഉമ്മത്തിന് യോജിച്ചതല്ല. അത് ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടുള്ളതല്ല. ഒരു ഭാഗത്തു നിന്നും നമ്മുടെ ഇടയിൽ തീർച്ചയായും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ ദഅവത്തിന്റെ വിഷയമായി ഏറ്റവും നസീഹത്തോടു കൂടി നമ്മളത് ഉപദേശിക്കുകയും പരസ്പരം നമ്മളത് ഉണർത്തുകയും അതിൽ വരുന്ന പ്രയാസങ്ങൾ, അതിൽ വരുന്ന പരിഹാസങ്ങൾ, അതിൽ വരുന്ന കളിയാക്കലുകൾ നമ്മൾ ക്ഷമയോടുകൂടി, അപ്പോഴാണ് സ്വർഗ്ഗമുള്ളത്, ക്ഷമയോടുകൂടി നമ്മളതിനെ തരണം ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇടയിലുള്ള ഈ ഉമ്മത്തിനെ ദുർബലപ്പെടുത്തുന്ന ഒരു വർത്തമാനമോ ഒരു വാക്കോ ഒരു അഭിമുഖമോ ഒരു സംസാരമോ ഒരു സംഗതിയോ നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ താല്പര്യമാണ്. ആഗോള തലത്തിൽ നടക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ ദുർബലരാകരുത്. നമ്മളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ നമ്മൾ ദുർബലരാകരുത്. നമ്മൾ ഈമാൻ ശക്തമായിരിക്കണം, അത് ഹൃദയ ബന്ധിതമായിരിക്കണം. അത് വെറുതെ ചാട പറച്ചിലോ അത് എന്തെങ്കിലും പുറമേക്ക് കാണിക്കുന്ന ഏതെങ്കിലും നിലയിലുള്ള ഉടയാഭരണങ്ങൾ ധരിക്കുന്നത് പോലെയോ ബാഹ്യമായതാകരുത്. അത് നമ്മളെ ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമൽ എന്ന് ഖുർആൻ പറഞ്ഞാൽ പ്രവാചക തിരുമേനി പറഞ്ഞ ആ ഈമാൻ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് ആ ഈമാനിന് തദനുസൃതമായ ജീവിതം, അതിനെ സത്യപ്പെടുത്തുന്ന ജീവിതം, അത് നമ്മൾ കാഴ്ചവെച്ചുകൊണ്ട് ആ ഈമാനിന്റെ ബലത്തിൽ നമ്മൾ അന്തസ്സോടുകൂടി ജീവിക്കണം. ആ വിശ്വാസത്തിന്റെ പാർശ്വമായി നിൽക്കുന്ന, ആ വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, ആ വിശ്വാസത്തിന്റെ പാർട്ടായി നിൽക്കുന്ന ഒരാളുകളും പരസ്പരം നമ്മൾ കുറ്റപ്പെടുത്തുകയും പരസ്പരം നമ്മൾ ദുർബലപ്പെടുത്തുകയും പരസ്പരം നമ്മൾ ശത്രുക്കളാകുന്ന ആളുകൾക്ക് വടി കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരു നേതൃത്വത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല, ഒരു പണ്ഡിതന്മാരിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒരിക്കലും സാധാരണക്കാരായിട്ടുള്ള ആളുകളാകുന്ന നമ്മൾ പോലും അതേപോലത്തെ വിഷയങ്ങളിൽ വളരെ ജാഗരൂകരായിരിക്കണം. അതെന്താ പറയാൻ കാരണം? വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് വമൻ യുഹിനില്ല, അല്ലാഹു തആല നിന്ദനാക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് തീർച്ചയായും ഫമാലഹു മിൻ മുക്രിമിൻ, പിന്നെ അവനൊരു അന്തസ്സും അവനൊരു മാന്യതയും വേറെ എവിടെ നിന്ന് കിട്ടാനില്ല. അല്ലാഹ് നിന്ദനാക്കാൻ തീരുമാനിച്ചാൽ
അവൻ നിന്ദ്യനാകും, അത് വേറെ വിഷയം. അങ്ങനെ നിന്ദ്യനാകാൻ തീരുമാനിക്കുന്നവർ ആരാണ്? അത് അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കുന്നവരോ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളെ കൈയൊഴിയുന്നവരോ ആ ദീനിനനുസരിച്ച് ആ ദീനിനെ സ്വീകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവർ ആത്യന്തികമായോ അല്ലെങ്കിൽ അവസാനത്തിലോ ഈ ദുനിയാവിൽ നിന്ന് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് നാളെ പാരത്രിക ലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലോ അവർ നിന്ദ്യരായിട്ട് അള്ളാഹു കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ, നമ്മൾ എന്തോരം വലിയ പദവി കൊടുത്താലും ശരി, നമ്മൾ എത്ര വലിയ സ്ഥാനം കൊടുത്താലും ശരി, എത്ര വലിയ മുഫ്തി പട്ടം കൊടുത്താലും ശരി, അല്ലാഹു തആലയുടെ അരികിൽ നിന്ന് ഇസ്സത്ത് കിട്ടാത്തവന്, ബഹുമാനം കിട്ടാത്തവന്, ആദരവ് കിട്ടാത്തവന്, മാന്യത കിട്ടാത്തവന് ഒരു മാന്യതയുമില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. തീർച്ചയായും എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫലാ തഹിനു. സൂറത്ത് മുഹമ്മദിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓതിയ ആയത്തിന്റെ 2 ആയത്തുകൾക്ക് ശേഷം അല്ലാഹു തആല വീണ്ടും പറയണേ, ഫലാ തഹിനു, അതിനാൽ നിങ്ങൾ ദുർബലപ്പെടരുത്. സ്വയം ഒരു വിശ്വാസി ദുർബലനാകാൻ പാടില്ല. ഒരു കുടുംബം, ഒരു വിശ്വാസിയുടെ കുടുംബം ദുർബലമാകാൻ പാടില്ല. അഥവാ ദുർബലതയും അതുപോലെ തന്നെ ബലഹീനതയും പ്രകടിപ്പിക്കുന്ന കുടുംബമാകാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു സമൂഹം അങ്ങനെ ആകാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വതദഉ ഇലസ്സലമി, ആ ദുർബലതയുടെയും ബലഹീനതയുടെയും ഭാഗമായിട്ട് നിങ്ങൾ സന്ധിയിലേക്ക് പോലും നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ വിളിച്ചു പോകരുത്. എപ്പോഴായി പറയുന്നത്? ഇസ്ലാം സന്ധിയുടെ മതമാണ്, ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാം പരസ്പരം സന്ധിയുടെ ഒരുപാട് കരാറുകൾ ഉണ്ടാക്കിയിട്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് ചെല്ലുന്നതും അവിടെ പ്രവാചകൻ തന്റെ പ്രബോധന ദൗത്യം ആരംഭിക്കുന്നതും വരെ സന്ധിയിലൂടെയാണ്. പക്ഷേ എവിടെയാണ് ഈ സന്ധി പാടില്ല എന്ന് പറഞ്ഞത്? ശത്രുക്കൾ നമ്മളെ പ്രകോപിപ്പിച്ചാൽ, ശത്രുക്കൾ നമ്മളെ ശത്രുപക്ഷത്ത് കണ്ടുകൊണ്ട് നമ്മളെ ദ്രോഹിക്കാൻ തീരുമാനിച്ചാൽ, നമ്മളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ, അല്ലാഹു തആല പറയുകയാണ്, തീർച്ചയായും വതദഉ ഇലസ്സലം, സന്ധിയിലേക്ക് പോലും ആ ശത്രുക്കളെ നിങ്ങൾ വിളിച്ചു പോകരുത്. അങ്ങനത്തെ ഒരു ദൗർബല്യം നിങ്ങളെ പിടികൂടാൻ പാടില്ല. അങ്ങനത്തെ ഒരു ദുർബലത നിങ്ങളെ പിടികൂടാൻ പാടില്ല. അങ്ങനത്തെ ഒരു ബലഹീനത നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വഅൻതുമുൽ അലൗൻ. വീണ്ടും ഖുർആൻ അടിവരയിട്ട് പറയണേ, നിങ്ങളാണ് ഉന്നതരായിരിക്കേണ്ടത്. ഇസ്ലാമിന്റെ ശത്രുക്കളെക്കാൾ എന്നും ഔന്നത്യം ഉണ്ടാകേണ്ടത് ഇസ്ലാമിന്റെ അനുയായികൾക്കാണ്, മുസ്ലിങ്ങൾക്കാണ് ഉണ്ടാകേണ്ടത്. നിങ്ങളാണ് ഉന്നതരായിരിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു മഅക്കും, നിങ്ങളോടൊപ്പം ഉള്ളത് അല്ലാഹുവാണ്. ഇതാണ് ഈമാൻ. അല്ലാഹുവാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. അല്ലാഹു നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കെ, അല്ലാഹുവിന്റെ കക്ഷികളായിരിക്കെ, അല്ലാഹുവിന്റെ ദീനിനെ സ്വീകരിച്ചവരായിരിക്കെ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ശത്രുക്കളുടെ മുന്നിൽ നിങ്ങൾ ബലഹീനരായി പോകരുത്, നിങ്ങൾ ദുർബലരായി പോകരുത്. അല്ലാഹുവിന്റെ നിർബന്ധമുണ്ടത്. അടിവരയിട്ട് അല്ലാഹു തആല പറയണേ. എന്നിട്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോ, വലായത്തിറുക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മഫലത്തെ അവൻ ഒരിക്കലും കുറക്കുകയില്ല. നിങ്ങൾ എത്ര കണ്ട് ഈ ഈമാനിനെ സ്വീകരിക്കുകയും എത്ര കണ്ട് അല്ലാഹുവിന് നന്ദിയുള്ള ശുക്റുള്ള ദാസന്മാരായിക്കൊണ്ട് നിങ്ങൾ കർമ്മ മേഖലയിൽ നിങ്ങൾ ജാഗരൂകരായിരിക്കുകയും ചെയ്യുമോ, അത്ര കണ്ട് അല്ലാഹു തആല നിങ്ങളുടെ പദവി ഉയർത്തുകയും നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലം നൽകുകയും, നിങ്ങൾക്ക് ഷഹാദത്താണ് നൽകുന്നതെങ്കിൽ അല്ലാഹു തആല പാരത്രിക ലോകത്ത് ഉന്നതമായ അവന്റെ സ്വർഗ്ഗവിധാനത്തിൽ അവൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരികയും ചെയ്യും. അതല്ലെങ്കിൽ ഇവിടെ വിജയം. നിങ്ങൾ ദുർബലരാകേണ്ടവരല്ല. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളുടെ മുന്നിൽ നിങ്ങൾ എപ്പോഴും ഇസ്സത്തോടു കൂടി നിൽക്കേണ്ടവരും അഭിമാനത്തോടും പ്രതാപത്തോടും കൂടി തന്നെ ജീവിക്കേണ്ടവരുമാണ്. നിങ്ങളായിരിക്കണം ഉന്നതർ. തീർച്ചയായും നിങ്ങളുടെ കർമ്മഫലം ദുനിയാവിലാണെങ്കിലും അല്ലാഹു തആല കുറക്കുകയില്ല. അതല്ലേ ഷഹാദത്ത് കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിച്ചാൽ പാരത്രിക ലോകത്ത് നിങ്ങളുടെ കർമ്മഫലത്തെ അല്ലാഹു തആല ഒരിക്കലും കുറച്ച് കളയുന്നതേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് മുഹമ്മദിലെ 35-ാമത്തെ ആയത്ത് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിക്കുക. നമുക്ക് ശരിയായ ഒരു അഭിമാനത്തോടു കൂടി, അന്തത്തോടു കൂടി, പ്രതാപത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ഈമാൻ ഞാൻ നിങ്ങൾ സ്വീകരിക്കണ്ടേ? പലരും ഇന്ന് മിമ്പറിന്റെ മുകളിൽ പറയുന്ന വിഷയം ഒരു ആഗോള യുദ്ധത്തിലേക്കൊക്കെ വന്നാൽ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ വെറുതെ ഒന്ന് ആലോചിക്കുക. ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളെ ഒരു ഇലക്ഷൻ വരുമ്പോഴേക്കും നമ്മള് ഒരു ഭാഗം ആളുകളെ തീവ്രവാദികളാക്കും, വേറൊരു ഭാഗം ആളുകളെ മതരാഷ്ട്രവാദികളാക്കും, വേറൊരു ഭാഗം ആളുകളെ. എന്തിനാ പ്രിയപ്പെട്ടവരെ? എന്തിനാണിത്?
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉമ്മത്താണ്. ഈ ഉമ്മത്തിനെ നമുക്ക് പരസ്പരം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഈ ഉമ്മത്തിനെ നമുക്ക് പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് അന്തത്തോടുകൂടി നമ്മുടെ ശത്രുക്കൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ശത്രുക്കളുടെ മേൽ നമ്മൾ ആധിപത്യമുള്ളവരായിക്കൊണ്ട് ആ ശത്രുക്കളുടെ മേൽ നമ്മൾ ഔന്നത്യമുള്ളവരായിക്കൊണ്ട് മുന്നോട്ട് പോകാവുന്ന നിലപാടുകളും വർത്തമാനങ്ങളും മാത്രമേ നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിർബന്ധം എനിക്ക് നിങ്ങൾക്ക് വേണം. എനിക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. സംഘടനകൾക്ക് വേണം, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്ക് വേണം, കക്ഷികൾക്ക് വേണം എന്ന് പറയാൻ താനാരാണ് എന്ന് ഞാൻ ചോദിച്ചേക്കാം. നമുക്ക് ആ നിലപാടുകൾ വേണം. ആ നിലപാടുകൾക്കനുസരിച്ചിട്ട് വേണം നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിനനുസൃതമായിട്ടല്ലാതെ പോകുന്ന പ്ലാറ്റ്ഫോമുകൾ ഇത് ഇസ്ലാമികമല്ല എന്ന് പറയാൻ ഇത് തീർച്ചയായും കക്ഷിത്വത്തിന്റെ ശിക്ഷയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകമെങ്കിലും നമുക്ക് ആർജിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അതിന്റെ ശരിയാവണം, അതിൻ്റെതായ സെൻസിൽ അതെടുക്കുകയും നമ്മൾ സ്വീകരിക്കേണ്ട കൃത്യമായ നിലപാടുകൾ അള്ളാഹുവിനെ മുൻനിർത്തി അവന്റെ മുന്നിലേക്ക് പോകുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയാണ്. അവന്റെ മുന്നിൽ നമ്മുടെ ജീവിതത്തിന്റെ A to Z നമ്മൾ ഉത്തരം പറയേണ്ട ബാധ്യതയുള്ളവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാം. അള്ളാഹു തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ. الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام اللهم صل وسلم على نبينا محمد وعلى آله وأصحابه وسلم أما بعد اتقوا الله عباد الله. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ, അവന്റെ നിർദ്ദേശങ്ങൾ ശരിയാം വണ്ണം പാലിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിച്ച് യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടാനുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ ഓരോരുത്തരും എപ്പോഴും, മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് എപ്പോൾ മരണം നമ്മളെ പിടികൂടിയാലും നമ്മളൊരു മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമത്തോടു കൂടി ആയിരിക്കണം എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുഴുകി പ്രവേശിക്കേണ്ടത് എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് മുസ്ലിം? അതാ വിഷയം. തീവ്രവാദ ബന്ധങ്ങൾ ഇങ്ങനെ പരസ്പരം ആരോപിക്കാം. സലഫ് തീവ്രവാദം ഒരു ഭാഗത്ത്, മതരാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന തീവ്രവാദം വേറൊരു ഭാഗത്ത്, യാഥാസ്ഥികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന തീവ്രവാദങ്ങൾ വേറൊരു ഭാഗത്ത്, ഷിയായിസവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതികൾ വേറൊരു ഭാഗത്ത്, ഇങ്ങനെ പലരുമാണ്. എന്നാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നുണ്ട്, മൻ സ്വല്ല സ്വലാത്തന, നമ്മുടെ നമസ്കാരം നമസ്കരിക്കുന്നവൻ ആരാണ്? വസ്തക്ബര കിബലത്തന, നമ്മുടെ കിബലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നവൻ ആരാണോ? വഅകല ദബിഹത്തന, നമ്മൾ അറുത്തത് ഭക്ഷിക്കുന്നവൻ ആരാണോ? ഫദാലിക്കൽ മുസ്ലിം, അവൻ മുസ്ലിമാണ്. വിശാലമായ അർത്ഥത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. വിശാലമായ അർത്ഥത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളോടൊപ്പം നമസ്കരിക്കുന്നവർ, നമ്മുടെ നമസ്കാരം അല്ലെ, ദുഹർ 4 റക്അത്താണ്, അസ്ർ 4 റക്അത്താണ്, സുബ്ഹി 2 റക്അത്താണ്, നമ്മുടെ നമസ്കാരം നമസ്കരിക്കുന്നവനാണ്. എല്ലാവരുടെയും കിബില കഅബയാണ്. ആ നമ്മുടെ കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നവനായി, നമ്മൾ അറുത്തത് ഭക്ഷിക്കുന്നവൻ. എത്ര തീവ്രത പറയുന്നവനും എത്ര യാഥാസ്ഥികത പറയുന്നവനും ഒരിക്കലും ചോദിക്കാറില്ല ഇത് മുജാഹിദ് അർത്ഥതാണ്, ഇത് ജമാഅത്തുകാരൻ അർത്ഥതാണ്, ഇത് തബ്ലീഗുകാരൻ അർത്ഥമാണെന്ന് ചോദിക്കാറില്ല. ഇത് മുസ്ലിം അർത്ഥമാണെന്ന് ചോദിക്കാറുള്ളൂ അല്ലെ. അതാണ് വഅക്കല ദബിഹത്തന, നമ്മൾ അറുത്തത് ഭക്ഷിക്കുന്നവനാരാണ്? ഫദാലിക്കൽ മുസ്ലിം, അവനാണ് മുസ്ലിം. കുറച്ചുകൂടി നന്നായി റസൂൽ പറഞ്ഞാൽ, മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒന്നുകൂടി ആ ഇസ്ലാമിന് കീഴൊതുങ്ങുന്നവനോട് റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ സഹോദരനാകുന്ന മുസ്ലിമിന് നിന്റെ നാവ് കൊണ്ട്, നിന്റെ കൈ കൊണ്ട് അവനൊരു പ്രയാസം ഉണ്ടാകരുത് കേട്ടോ. ചാനലുകാർ ചോദിക്കും അല്ലെ, അതങ്ങനെയാണ്. അവർക്ക് അവരുടെ ലക്ഷ്യമുണ്ട്, അവർക്ക് അവരുടേതായ താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന് അവർ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സഹോദരനായ ഒരു മുസ്ലിമിനെ, നമ്മൾ നമ്മുടെ സഹോദരന്മാര് ഒരുമിച്ച് കൂടുന്ന ഒരു പ്ലാറ്റ്ഫോമിന് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വാക്ക് പറയുന്നുണ്ട്. മനസ്സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി, അവൻ നമ്മുടെ നാവിൽ നിന്ന് അവർ സുരക്ഷിതരായിരിക്കണം. അവര് വിവരമില്ലാത്തത് കൊണ്ട് പറഞ്ഞാലോ, അവര് എന്തെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി പറഞ്ഞാലോ, നമ്മൾ തീർച്ചയായും വിവേകത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം ഞാനൊരു മുസ്ലിമാണ്. എന്റെ നാവ് കൊണ്ട് എന്റെ ഒരു സഹോദരനെ ഒരു പ്രയാസം ഉണ്ടാക്കാതെ അവൻ സുരക്ഷിതനായിരിക്കണം എന്നത് എന്റെ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ വയദിഹി, എന്റെ കൈ കൊണ്ട് ഒരു മുസൽമാന് ഒരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് പ്രവാചക തിരുമേനി മറ്റൊരിക്കൽ മുസ്ലിമിനെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഈ വിശാലമായ അർത്ഥത്തിൽ
നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ്, അവരിവിടെ വന്നാൽ നമസ്കാരമുണ്ട, അവരിങ്ങനെ. നമ്മൾ അവരെയൊക്കെ മുസ്ലിങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും നമസ്കരിച്ചാൽ നമ്മുടെ നമസ്കാരമാണ്, അവരെല്ലാവരും നമസ്കരിക്കാൻ തിരിഞ്ഞു നിന്നാൽ നമ്മുടെ കിബരയാണ്. നമ്മൾ അറുത്തത്, അവരറുത്തത് നമ്മൾ പരസ്പരം ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ആ മുസ്ലിമിനെ കണ്ടുകൊണ്ട് നമ്മൾ ആ ഒരു കൂട്ടായ്മയോടുകൂടി നമ്മളുടെ ഈ ദീനിനെ നമ്മൾ ഏറ്റവും നന്നായി നസീഹത്തോടുകൂടി നമ്മൾ ഗുണകാംക്ഷപരമായിട്ട് പ്രബോധനം ചെയ്യുമ്പോൾ തന്നെ, തസ്കിയത്തുകൾ നമ്മൾ നിർവഹിക്കുമ്പോൾ തന്നെ, തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ, നമ്മളൊരു ഉമ്മത്തി എന്നുള്ള നിലയിൽ പരസ്പരം നമുക്ക് ചേർന്ന് നിൽക്കാനും ഒന്നായി നിൽക്കാനും, നമുക്ക് അവരുടെ വേദനയിൽ നമുക്ക് പരസ്പരം പങ്കുചേരാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും സഹായിക്കാനും ഒക്കെ സാധിക്കണം. അങ്ങനെ ലോകത്തുള്ള മുസ്ലിങ്ങൾ ബലപ്പെട്ട് നിൽക്കുന്നതിനാണ് അല്ലാഹു തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്, വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. ദുർബലരായി പോകാനല്ല, പരസ്പരം ദുർബലപ്പെടുത്തി കളയാനുമല്ല. അല്ലാഹു തആല കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സംഭവിച്ചു പോയ എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ അവൻ നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാതെ അല്ലാഹു തആല കൃത്യമായി ഈ ദീനിന്റെ ആളുകൾക്ക് ഈ ദീനിന്റെ ഇസ്സത്ത് ബോധ്യപ്പെടുമാറ് അവസ്ഥകളെ അല്ലാഹു തആല കൊണ്ടെത്തിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ സഹായം, അവന്റെ കാരുണ്യം, അവന്റെ അനുഗ്രഹം, അവന്റെ എല്ലാ വിധത്തിലുമുള്ള സഹായങ്ങളും അല്ലാഹു തആല ഈ ഉമ്മത്തിന് എപ്പോഴും എപ്പോഴും അവൻ വർഷിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിന്റെ ശത്രുക്കളാകുന്ന സയനിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർക്ക് അല്ലാഹു തആല വലിയ ആഘാതങ്ങൾ ഏൽപ്പിക്കുമാറാകട്ടെ. അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ അല്ലാഹു തആല ഛിന്ന ഭിന്നമാക്കുകയും അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് അല്ലാഹു തആല നിറക്കുകയും അവരുടെ എല്ലാവിധ ശക്തിയും അല്ലാഹു തആല ക്ഷയിപ്പിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് പൂർണ്ണമായ മഅസ്റത്തും മർഹമത്തും അല്ലാഹു തആല നൽകുമാറാകട്ടെ. നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ഓരോരുത്തർക്കും അല്ലാഹു തആല ഈ ദീനിലേക്ക് ചേർന്ന് നിൽക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ സന്താന തലമുറകൾക്ക് ഈ ദീനിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിനാ വഅലാ കുല്ലി ഉമൂരിനാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈക തവക്കൽനാ വഇലൈക നുനീബ്. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. ربنا تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك وبفضلك.